മനസ്സിലാക്കേണ്ട എപ്പിസോഡ് 3 വന്നിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം, ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ അഹരോനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ വായിക്കാം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ആരാണ്? അഹരോന്റെ മക്കളായ നാദാബും അബീഹൂബും. അപ്പൊ അഹരോൻ പാസ്റ്ററുടെ മക്കൾ. അഹരോൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ശുശ്രൂഷ ചെയ്യേണ്ട 2 പൊന്നോമന പുത്രന്മാര് എന്തോ ചെയ്തെന്നാ പറയുന്നത്? അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. അടുത്തെന്താ സംഭവിച്ചെന്നറിയണോ? ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. എൻ്റെ പാസ്റ്ററെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? വേദപുസ്തകം പറയുന്നത്, ലേവ്യ പുസ്തകം പറയുന്നത് ഞാൻ. അപ്പൊ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലുണ്ട്. ആ അഭിഷേകം നമ്മളിൽ ഉള്ളപ്പോൾ തന്നെ ആത്മഫലങ്ങളും ആത്മവരങ്ങളിലും നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ആത്മഫലവും ആത്മവരവും നമ്മളിൽ ഇല്ലെങ്കിൽ ഈ അഗ്നി ഏത് അഗ്നിയായി മാറും? ഇങ്ങോട്ട് പറ എന്താ ജൂലമ്മ, പറ. അന്യാഗ്നിയായി മാറും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നെ അത് അന്യാഗ്നിയായിട്ട്, അന്യാത്മാവായിട്ട് അത് തീരും. ഒരു വാക്യം വായിക്കാം, എടുത്ത് വായിച്ചോ. 1 യോഹന്നാൻ 4:6. വളരെ സീരിയസ് ആയ മാറ്റർ. ഈ മെസ്സേജോടെ ഞാൻ നിർത്തുക, സമയം പെട്ടെന്ന് നിർത്തുക. ഇദ്ദേഹത്തിന് നേരത്തെ പോകണമെന്ന് പറയും. ഒത്തിരി ഹെവി ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുക. 1 യോഹന്നാൻ 4:6 കുറിച്ചിട്ട് പഠിച്ചോണം. യേശുവിൻ്റെ മാറിൽ ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയതാണത്. 1 യോഹന്നാൻ 4:6 കിട്ടിയില്ല? ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ഞങ്ങള്, അപ്പോസ്തലന്മാരായ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്തവരാരെന്ന് ദൈവത്തിൽ നിന്നുള്ളവരല്ല. അടുത്തേ, സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കേട്ടു വരുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല. നമ്മൾ ഏതോ അന്യാത്മാവിന് വിധേയപ്പെട്ടു പോകുന്നവരായി തീരുമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുക. ഇവിടെ യഥാർത്ഥ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങേണ്ട ആ യാഗപീഠത്തിൽ അഹരോന്റെ മക്കൾ ക്രമം കെട്ട് കൊണ്ടുവന്ന് കത്തിച്ചപ്പോൾ അതെന്ത് മാറി? അത് അന്യാഗ്നിയായി മാറി. അഹരോന്റെ മക്കളായ നാദാബും ഹബീഹൂബും ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോസ്തലന്മാരുടെ ഉപദേശമെടുത്ത് സഭയെ പഠിപ്പിച്ച് അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അത് അന്യാഗ്നിയാകാനുള്ള സാധ്യതയുണ്ടെന്ന് ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. 1 യോഹന്നാൻ്റെ ആ ലേഖനത്തിൽ ഒരു വാക്യം കൂടി ഞാൻ വായിക്കാനും എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണയുണ്ട്, അതുകൂടി ഞാൻ വായിക്കാം. സ്തോത്രം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, യദുക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക യദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടി പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമല്ലോ. അപ്പൊ എങ്ങനെ ഈ ദുരുപദേഷ്ടക്കന്മാരുണ്ടായി? നല്ല ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. അവർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ ആ ഭാഗം പൗലോസ് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഒന്നെടുത്ത് പെട്ടെന്ന് വായിച്ചു പോവാം. പ്രവൃത്തി 20. ഹല്ലേലൂയ, സ്തോത്രം. 20-27 മുതൽ. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ അദൃശ്യരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന്
ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ ആരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും? BJP-കാരുടെ ഇടയിൽ നിന്നോ, വിശ്വഹിന്ദു പരിഷത്തിന്റെ ഇടയിൽ നിന്നോ, ശിവസേനക്കാരുടെ ഇടയിൽ നിന്നോ, ഇസ്ലാം തീവ്രവാദികളുടെ ഇടയിൽ നിന്നോ? പറയിങ്ങോട്ട്. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ ആരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും? അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്ന്. മനസ്സിലായോ? ഞങ്ങളുടെ കൂടെ ഒന്ന് ഒരുത്തൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കിടപ്പുണ്ടൊരു സ്ഥലത്ത്. രണ്ടാമത് കൂട്ടം കൂടാൻ വന്നപ്പോൾ കണ്ടം ചെയ്ത് ദൂരക്കളെ പോയി വിട്ടോളാൻ പറഞ്ഞു വന്ന വണ്ടിക്ക്. ദുരുപദേശത്തിലൊക്കെ ചെന്ന് കൂടിയിട്ട് പറയാം ഞങ്ങൾക്ക് ഇപ്പം ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ. അവന് പൊക്കോളാൻ പറഞ്ഞു. നോ എൻട്രി, ഇങ്ങോട്ട് വരണ്ട. വഴി ഞങ്ങൾ കൊട്ടി അടച്ചു, വാതിൽ കൊട്ടി അടച്ചു. കാരണം ഉള്ള ദുരുപദേശത്തിൽ മുഴുവൻ പോയി വീണു. അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്ത ഉപദേശത്തിനനുസരിച്ച് വ്യവസ്ഥയിൽ നിൽക്കാത്ത ദുരുപദേശത്തിൽ വീണു പോകും. നമ്മൾ മനസ്സിലാക്കണം ഈ യാഥാർത്ഥ്യം. അവർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു എന്ന് ഇവിടെ പറയുന്നത്. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട്, പൗലോസ് കരയുക കേട്ടോ, നിങ്ങളോട് ബുദ്ധി പറഞ്ഞ് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭാരമേൽപ്പിക്കുന്നു. അതിൻ്റെ പിന്നത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്വാത്രാഴ്ചയ്ക്ക് വരുമ്പോ പേഴ്സിൽ കാശില്ലെങ്കിൽ മോതിരം ഇടാം, വളയിടാം, മൂക്കുത്തി ഇടാം, നാക്കുത്തി ഇടാം, കാക്കുത്തി ഇടാം. എവിടെ നിന്ന് വന്നത്? ആരുടെയോ വെള്ളിയോ പൊന്നോ ഞങ്ങൾ ആരും മോഹിച്ചില്ല. അപ്പോസ്തലന്മാരൊന്നും മോഹിച്ചില്ല. പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായം വായിച്ചു പഠിച്ചോ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും വെള്ളിയും പൊന്നും ഒന്നും ഇടത്തില്ല. വെള്ളിയും പൊന്നും ഇട്ടുകൊണ്ട് വരുന്നവർക്ക് സ്വാഗതം. ഇവിടെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ദൈവവചനത്തിന്റെ വിശുദ്ധിയിലും നിർമ്മലതയിലേക്കും പെട്ടെന്നൊന്നും ഊരി മാറ്റാൻ നമ്മളോട് പറയണ്ട. വിശുദ്ധിയുടെ ഉപദേശം ശക്തിയോടെ പ്രസവിച്ച് അവരെടുത്ത് വലിച്ചെറിഞ്ഞോളൂ. ഞാനങ്ങനെ മനസ്സിലാക്കി. വിശുദ്ധിയുടെ ഉപദേശം ശക്തമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ഈ ലോകത്തിൻ്റെതാണെന്നും ഈ ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങളാണെന്നും ജെയിംസ് 4:4 എന്താ പറയുന്നത്? വിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതമാകുന്നു. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് സ്വോത്ര റോമർ 12. ഈ ലോകത്തിന്റെ അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ ലോക മനുഷ്യൻ ജീവിക്കുന്ന പോലെ, അണിഞ്ഞൊരുങ്ങുന്നത് പോലെ, പൂട്ടിയടിക്കുന്ന പോലെ. പിന്നെ എന്തൊക്കെയാ? ഞങ്ങളുടെ ഗൾഫിലൊരു ഭാഷ വന്നു, ഞങ്ങൾ പിടിച്ചവനെ കയറി മുഖത്ത് ക്രീം തേച്ചിട്ട് വന്നു. എന്നിട്ട് ആരെണ്ണം പറഞ്ഞ് ക്രീം തേച്ച് കഴിഞ്ഞാൽ തേജസ് ഉണ്ടാകും. എന്ത് തേജസ്? ഉള്ള കണ്ട ദുരുപദേശം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മുഖത്ത് തേജസ്സോ? അല്ല കഥ. ഞങ്ങൾക്കവിടെ ഉപദേശിമാരൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ പുസ്തകം വായിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെയൊന്നും പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇന്നാണെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ പറ്റിക്കാൻ. കാരണം അല്പമൊക്കെ വചനം പഠിച്ചു പോയി. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാണ് പറയുന്നത്? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തിന്റെ സ്നേഹിതൻ, ലോക മനുഷ്യൻ ചെയ്യുന്ന രീതികളൊന്നും ഒരു ദൈവ പൈതൽ ചെയ്യാൻ പാടില്ല. അത് അതിന്റെ വ്യവസ്ഥയാ. അത് നമ്മുടെ വിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങളാ. തലയിൽ ഡൈ അടിക്കുന്നത് പാടില്ല. അതിനൊരു വാക്യം തരാം ഞാൻ. 1 പത്രോസ് 2:1 വാക്യം ഒന്ന് വായിച്ചു. ഇതൊക്കെ പറയുമ്പോൾ പാസ്റ്റർ ഭയങ്കരമായിട്ട് വിമർശിക്കുക. ഒരു വിമർശനമല്ല, ഞാൻ പുസ്തകം പറയുന്നേ. 2:1 പറയാൻ പ്രേരണ ഉള്ളതുകൊണ്ടാ പറയുന്നേ. ആ ആ ആ ആ ആ ആ ആ ഞാൻ ഇന്നലെ ചിന്തിച്ച വിഷയം ഇത്. ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം. എന്തിനാണ് വാഞ്ചിക്കേണ്ടത്? രക്ഷയ്ക്കായി വളരാൻ. ജനിച്ച കുഞ്ഞ് വളരണമല്ലോ. ഞങ്ങളുടെ ഷമു അല്ലെങ്കിൽ എസ്ര ഡേവിഡ് തോമസ് പെറ്റ് വന്നപ്പോൾ അവൾ കൊണ്ട് എൻ്റെ തന്നപ്പോൾ ഇങ്ങനെ കിടക്കുണ്ടായി. ആകാശത്തേക്ക് നോക്കി, ഒന്നും കാണാൻ പറ്റും. 3 മാസം കഴിഞ്ഞ് കണ്ണ് കാണും. ഇപ്പം നോക്കിയേ, കുസൃതിയുടെ കുസൃതിയാ. എന്നെയും അമ്മാമേനെ ഇട്ട് വട്ടം കറക്കുക ഇവിടെ 5-8 മണിക്കൂർ അല്ലേ. കാരണം വളർന്നു പോയി. ആ കുസൃതി അവൻ്റെ ജീവിതത്തിൽ ഉള്ളതാണത്. അതിനെ നമ്മൾ ചില ബാലശിക്ഷകൾ കൊടുത്തും ഉപദേശമൊക്കെ പറഞ്ഞ് നമ്മൾ അവനെ ക്രമീകരിച്ചുകൊണ്ട് വരിക. കുസൃതി ഒരിക്കലും തെറ്റല്ല. മന്ദബുദ്ധികളായ കൊച്ചുങ്ങൾ, സ്വോത്രം ഒന്നും മിണ്ടാത്ത കൊച്ചുങ്ങളൊക്കെ ആകെ പ്രശ്നക്കാരായി മാറും. അവസാനം ഒതുങ്ങും. കുസൃതി അവരുടെ ജീവിതത്തിലുള്ളതാണ്. വളർന്നു. ഇപ്പം ഞാൻ വിചാരിക്കണേ ഞങ്ങൾ 4 പേരെക്കാളും വാചകോടി അവനാ കൂടുതൽ. എന്തോ ഒരു വർത്തമാനം.
അപ്പാപ്പ എവിടെ പോയിട്ട് വന്നു, എന്തിനു പോയി, എവിടെ പോയി, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം വളർന്നു, അവൻ ജനിച്ച അവസ്ഥയിൽ നിന്ന് വളർന്നു. അതുപോലെ സഹോദരങ്ങളെ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളെ, നീ ജനിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ വളരണം, വളരണം, വളരണം. രക്ഷയ്ക്കായി വളരണം, രക്ഷാപൂർത്തി പ്രാപിക്കാൻ വളരണം, കർത്താവിൻ്റെ വരയിൽ പോകാനായിട്ട് വളരണം. ഇങ്ക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ കിടക്കത്തേ ഉള്ളൂ. 33.5 വയസ്സുള്ള കർത്താവ് മരിച്ചടക്കപ്പെട്ട് എഴുന്നേറ്റ് സ്വർഗത്ത് പോയി. മണവാളനായിട്ട് വരുന്നതും 33.5 വയസ്സിലാണ്. 33.5 വയസ്സിൽ മണവാട്ടി ചേർക്കാൻ വരുമ്പോൾ മണവാട്ടി ഇങ്ക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ കിടക്കത്തേ ഉള്ളൂ. വളർച്ച പ്രാപിക്കണം. ആരോടൊപ്പം? ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് നമ്മൾ വളർന്നു വരണം. നോക്കിയേ, സ്വത്രം. അപ്പൊ ഇവിടെ 5 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറയുന്നത് പത്രോസ്: ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഇത് 5ഉം പാടില്ല. ഇത് 5ഉം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? പറഞ്ഞേ ഒന്ന്, ആരെങ്കിലും പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞേ. 100 രൂപ തരുന്നതായിരിക്കും. വളരാൻ പറ്റത്തില്ല. 100 രൂപ തരായിരിക്കും. 100 രൂപ തരും, പറഞ്ഞാൽ തരും. ഈ വളരത്തില്ലെന്നുള്ള അതിൻ്റെ മെയിൻ പോയിന്റ്, ഈ മായമില്ലാത്ത പാൽ ഉള്ളിലോട്ട് കയറത്തില്ല. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഈ വ്യാജഭാവം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മുടിയെല്ലാം വെളുത്തിരിക്കുക, എന്നെ കാണുന്നവർ എങ്ങനെ ഇരുന്നോട്ട്, ഞാൻ ചിന്ന പയ്യനാണെന്ന് അറിഞ്ഞോട്ടെ. അത് വ്യാജമല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ ഇട്ട് കരി അയക്കാത്തത്. മനസ്സിലായില്ലേ? ഞാൻ വ്യാജനായി പോവും. നരച്ചിരുന്നോട്ടെ. ശോഭയുള്ള കിരീടമാണ്. നരച്ച തല, ശോഭയുള്ള കിരീടം. അപ്പൊ കിരീടത്തിൽ പെയിന്റ് അടി തുടങ്ങിയിരിക്കുക ഇപ്പൊ. ശോഭയുള്ള കിരീടമാണ്. നരച്ച തല, ശോഭയുള്ള കിരീടം. കിരീടത്തിൽ പെയിന്റ് അടി തുടങ്ങിയിരിക്കുക. ദുഷ്ടത വിടണം, ചതി വിടണം, വ്യാജഭാവം വിടണം, അസൂയ, നുണ വിടണം. ഈ 5 കൂട്ടം കാര്യങ്ങൾ വിടാതെ മായമില്ലാത്ത പാലുള്ളിൽ ചെല്ലത്തില്ല. മായമില്ലാത്ത പാലുള്ളിൽ ചെല്ലാതെ ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനവില്ല, ആത്മീയ നിറവില്ല. നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട ചേമ്പ് കൊണ്ടുവന്ന് നട്ടു ഒരച്ചായൻ. പറിക്കാൻ ചെന്നപ്പോൾ എന്തു പറ്റി? പറിച്ച് വന്നപ്പോൾ ഒരു കൊട്ട തന്നെ കിട്ടി. എനിക്ക് വിഷമം ഉണ്ടാവുമോ? 4-5 മാസം കിടന്ന് വെള്ളം ഒഴിച്ച് വളമൊക്കെ ചെയ്ത് വിഷമം ഉണ്ടാവുമോ? അതേസമയത്ത് ആ ഒരു കൊട്ട നട്ടപ്പോൾ ഒരു 100 കൊട്ട കിട്ടിയാൽ സന്തോഷമല്ലേ? അപ്പൊ ഇന്ന് പെന്തക്കോസ്ത് വിശ്വാസികളെ കുറിച്ച് കർത്താവ് നോക്കുമ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുക, ഒന്നും വളർച്ച പ്രാപിക്കാതെ കിടക്കുക. 1 കൊരിന്ത്യർ 13:11 ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്പൊ പുരുഷനായില്ലെങ്കിൽ, അർത്ഥം വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ ആരായി കിടക്കും? ശിശുവിനെ പോലെ കിടക്കും. എസ്രാ ഡേവിഡ് ശിശു അല്ല, അവൻ 5 വയസ്സിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അതിനേക്കാൾ ഓവർ സ്മാർട്ടായിട്ടാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? അക്ഷരികമായൊരു വളർച്ച ആ കുഞ്ഞിൽ വന്നു. അതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതൽ എന്ത് ചെയ്യണം? വളരണം. പത്രോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവമാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ദൈവവചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് പ്രവർത്തിച്ചാണ് വീണ്ടും ജനനം പ്രാപിച്ചത്. അതാൻ്റെ അർത്ഥം ദൈവം നമുക്ക് വീണ്ടും ജനിപ്പിച്ചു. ഇനി അതിൻ്റെ 23-ാമത്തെ വാക്യം 1:23, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒരു സുവിശേഷകൻ എവിടെയോ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മാനവജാതിയുടെ പാപപരിഹാരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ എന്നൊരു 2-ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ സ്കൂളിൽ പോകാത്ത ഒരു ഉപദേശി പ്രസംഗിച്ചപ്പോൾ നമ്മളത് വിശ്വസിച്ചപ്പോൾ എന്ത് പറ്റി? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇടപെട്ടിട്ട് ഒരു ജനനം നടന്നു, ഒരു ബോൺ അഗെയിൻ നടന്നു, ഒരു വീണ്ടും ജനനം നടന്നു. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിലും പറയുന്നുണ്ട്, വചനത്താലാണ് വീണ്ടും ജനനം എന്നുള്ളത്. ഞാൻ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി യാക്കോബിന്റെ ലേഖനത്തിൽ ആ വാക്യം കൂടി വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യാക്കോബിന്റെ ലേഖനത്തിലെ അതിൻ്റെ ഹല്ലേലൂയ, സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യാക്കോബ് 1:18 വാക്യത്തിന്റെ 2-ാമത്തെ പാർട്ട്, സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചു.
വചനം ഒരു ഉപദേശി പ്രസംഗിച്ചത് കേൾക്കുന്നതിലൂടെയാണ്, കേട്ട് വിശ്വസിക്കുമ്പോഴാണ് നീതീകരണവും വീണ്ടും ജനനവും സംഭവിക്കുന്നത്. വീണ്ടും ജനനമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് ഇന്നത്തെ ക്രൈസ്തവഗോളം നിറഞ്ഞു കിടക്കുകയാണ്. കടം മാറ്റി, കഷ്ടത മാറ്റി, വീട് മേടിച്ചു കൊടുത്ത്, കാറ് മേടിച്ചു കൊടുത്ത്, ഊതിയിട്ട് ഉന്തിയിട്ട് കൊരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ മുഴുവൻ വാങ്ങിക്കൊടുത്ത് വിശ്വാസികളെ യഥാർത്ഥ ജനനത്തിലേക്ക് നടത്താതെ നിത്യതയിൽ നിന്ന് അകറ്റിക്കളയുന്നുവെന്ന് ഞാൻ കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര നാളായി പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് വലിയ വേദനയുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വലിയ ദുഃഖമുണ്ട്. കാരണം ഞാനും അങ്ങനെ ഒരു യഥാർത്ഥ ജനനം, വീണ്ടും ജനനം കിട്ടിയെങ്കിലും വളർച്ചയില്ലാതെ പോയി. എൻ്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. വളർച്ചയില്ലാതെ പോയി. 25 വർഷം വളരാതെ പോയി. പിന്നീടാണ് ആ വചനത്തിൻ്റെ കേൾവി ഉണ്ടായി വളരാൻ തുടങ്ങിയത്. അപ്പോൾ മായമില്ലാത്ത പാല് കുടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ എല്ലാം വിടണം. ഇത്രയും വിട്ടാലേ വചനം ഉള്ളിൽ ചെല്ലത്തുള്ളൂ. വചനം ഉള്ളിൽ ചെന്നാലേ കുഞ്ഞ് വളരത്തുള്ളൂ. എസ്രായിക്ക് ഇപ്പോൾ നമ്മൾ പാല് കൊടുക്കുന്നുണ്ടല്ലേ? എന്തിനാണ് കൊടുക്കുന്നത്? പ്രോട്ടീൻസ് ഉള്ള മായമില്ലാത്ത പാൽ നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്. ഞാൻ കുടിക്കുന്നത് കുറച്ച്. എന്താ കാര്യം? വളരാൻ. വളർച്ചയ്ക്ക് നല്ലതാണ് അത്. കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരുന്ന വളരൂ. പാല് കുടിക്കണം. ഇത് ഈ മായമില്ലാത്ത പാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം വന്നേ. ഈ പുതിയ നിയമ ഉപദേശമാണ്. വാക്കിനാൽ ലേഖനത്താൽ പ്രമാണം മായമില്ലാത്ത പാല്. മറ്റൊരു മായം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ മായം ഉണ്ട്, സൂക്ഷിച്ചു കുടിക്കണം. 109 സങ്കീർത്തനം വായിച്ചാൽ മായമാത് അല്ലേ? നിന്റെ സന്തതി മുടിഞ്ഞു പോട്ടെ, തെണ്ടി നടക്കട്ടെ എന്നൊക്കെ ദാവീദ് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് മായമല്ലേ? പറ. ഇതെന്താ മനസ്സിലാകാത്ത ആൾക്കാർക്ക്? ശാപസങ്കീർത്തനങ്ങൾ എത്ര എണ്ണം കിടപ്പുണ്ട്? അതെടുത്ത് പ്രസംഗിക്കാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ടല്ലേ കർത്താവ് മത്തായി 5 എന്താ പറഞ്ഞു? മോശ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മോശയുടെ പ്രമാണത്തിൽ. ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. നോക്കി, 6-7 പ്രാവശ്യം മത്തായി പറയുന്നുണ്ടത്. മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയും. ആ പ്രമാണം അവിടെ തിരുത്തി പുതിയ നിയമ പ്രമാണം, ഹൃദയത്തിൽ എഴുതുന്ന പ്രമാണം. അത് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആ ഭാഗം പറയാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. സ്തോത്രം. അതൊന്ന് നമുക്കൊന്ന് വായിക്കാം. ഇത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഗഹനമായൊരു വിഷയമാണ്. അത് ഇന്ന് വരെ ആർക്കും അത് വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നിപ്പോവുക. അതുകൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ 8-ാം അധ്യായം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമല്ല. എന്നാൽ കർത്താവിൻ്റെ അരുളപ്പാട് ഈ കാലം കഴിഞ്ഞ ശേഷം, കണ്ടോ സ്തോത്രം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം, അതാ പുതിയ നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഇടും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെ, തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എന്നെ അറിയും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ പ്രമാണം 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച പ്രമാണം പിതാവ് കൊടുത്ത പ്രമാണം തന്നെയാണ്. മൊസൈക്കിലോ അല്ലത്. അത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം പഠിപ്പിച്ചത്. അതാണ് ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുവപ്പിന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കാൻ പറയുന്നതിൻ്റെ കാര്യം. അതുപോലെ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആ മൊസൈക്ക് ലോ മാറ്റിയിട്ട് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണം, അത് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. ഒന്ന് വായിച്ചേ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. എല്ലാം വായിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പലതും വായിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് വായിച്ചേ. അത് നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുക. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യം വായിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. അത് നോക്കിയേ, അധ്യായം നോക്കിയേ. വായിച്ചു തുടങ്ങിക്കോ.
ആ ആ കറക്റ്റ് കറക്റ്റ് വന്നോട്ടെ വന്നു ആവശ്യമോ ആ ആ തന്നെ. അപ്പൊ കൊരിന്തി സഭ ആരായി? ക്രിസ്തുവിന്റെ പത്രങ്ങളായി. അടുത്ത വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലയിൽ എഴുതിയ മോശയ്ക്ക് പ്രമാണം. അടുത്ത ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതി. ഞാനിവിടെ അഭിപ്രായ ലേഖനം വായിച്ചത് തന്നെയല്ലേ? ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതി. അടുത്ത ഉണ്ട്. ആ ആ ആ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കും ദൈവമക്കളെ. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതു നിയമത്തിന്റെ എന്ന് പറയുമ്പോൾ KJV ട്രാൻസ്ലേഷൻ എടുത്ത് പഠിച്ചാൽ പുതുനിയമത്തിന്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ഏബിൾ മിനിസ്റ്റേഴ്സ്, പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരെ. എല്ലാവരും പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരൊന്നുമല്ല. പ്രാപ്തന്മാരായ ശുശ്രൂഷന്മാർ ആരാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവവചനം പ്രസംഗിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നവര്. അതാ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാർ. അല്ലാത്തൊരു കഞ്ഞി കുടിക്കാൻ ഇറങ്ങിയിരിക്കുക. ഏറ്റവും നല്ല കാശുണ്ടാക്കാൻ പറ്റിയ മാർഗമാണ് ഈ പുസ്തകം പ്രസംഗിക്കുക. ഇവിടെ യുവാക്കൾ അങ്ങനെ പ്രസംഗിച്ച് കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ലക്ഷങ്ങൾ കോടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രസംഗിച്ച് കാശ് കോടികൾ ഉണ്ടാക്കി ബാങ്കിൽ കൊണ്ടുവന്ന് ഡബ് ചെയ്തിട്ട് അതിന്റെ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. രണ്ട് മാന്യന്മാർ ഞെളിഞ്ഞിരുന്ന് പറയുക, കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഇടുക്കുവാതിലൂടെ യാത്ര ചെയ്ത് തിന്നാനുമില്ല കുടിക്കാനുമില്ല, ഒരു വശത്ത് നിന്ന് അടിച്ചു അപ്പുറവശത്തേക്ക് ഓടിച്ച്, അങ്ങനെ അവർ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും വചനം പ്രസംഗിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാന്തം കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കണമെന്ന് കർത്താവ് പറഞ്ഞത് അവരതനുസരിച്ച് അതുപോലെ ചെയ്തപ്പോൾ ഇവിടെ സുവിശേഷത്തെ മറിച്ച് പ്രസംഗിച്ച് കാശുണ്ടാക്കി ബാങ്കിൽ കൊണ്ടോ ഇട്ടിട്ട് അതിന് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. ഞെളിഞ്ഞിരുന്ന് പറയുക, എനിക്ക് കിട്ടുന്നതിന് ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെയായി കിട്ടുന്നത്? വല്ലവൻ്റെയും കയ്യിരിക്കുന്ന തട്ടിച്ചെടുക്കുക. ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ, നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നലത്തെ പ്രസംഗം അത് തന്നെയായിരുന്നു. 1 വെച്ചാൽ 10, 10 വെച്ചാൽ 20. ഇതല്ലേ ഇപ്പോൾ നടക്കുന്നേ? ദൈവമക്കളെ, അപകടമാണ്. അപകടം മണത്തോട് ഞാൻ പറയുക. 5-8 മിനിറ്റ് കൂടെയുള്ളൂ, ഞാൻ നിർത്തിക്കൊള്ളാം. സ്തോത്രം. അപ്പൊ കഷ്ടതയിലൂടെ നമ്മൾ തികഞ്ഞു വരണം. അതാണ് ദൈവഹിതം. യാക്കോബ് അതാണ് നമ്മളെ പഠിപ്പിച്ചത്. കഷ്ടതയിലൂടെ മാത്രമേ തികയാൻ പറ്റത്തുള്ളൂ. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ രക്ഷാനായകനെ തികഞ്ഞവനാക്കി തീർക്കണം. തികഞ്ഞവനായി തീരണം, തികഞ്ഞവനായി വരണം. കർത്താവ് തികഞ്ഞു വരണം. മനുഷ്യ ശരീരത്തിലിരിക്കുന്ന കർത്താവ് തികഞ്ഞ ഒരു ഭക്തനായി മാറണം, അല്ലെങ്കിൽ തികഞ്ഞ ഒരു ദൈവപുത്രനായി തീരണം. മനുഷ്യ ശരീരത്തിലിരിക്കുകയല്ലേ. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണല്ലോ രൂപാന്തര ശരീരത്തിലേക്ക് വന്നത്, സ്പിരിറ്റിന്റെ ബോഡിയിലേക്ക് വന്നത്. ഈ ഭൂമിയിൽ വന്നിരുന്ന മനുഷ്യ ശരീരമല്ലേ. അപ്പൊ മനുഷ്യ ശരീരത്തിലിരുന്ന കർത്താവ് തികയണമെങ്കിൽ നമ്മൾ തികയണ്ടേ? അതിന് കഷ്ടതയുടെ ഉപദേശം നമുക്ക് വേണ്ടേ? കഷ്ടത സിദ്ധത പ്രത്യാശ ഉളവാക്കുകയല്ലേ. ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ വരവിൽ പോകാൻ പ്രത്യാശയുള്ളവർക്കല്ലേ പോകാൻ പറ്റൂ. ഈ പ്രത്യാശ എങ്ങനെ കിട്ടും? കഷ്ടത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കാൻ ആർക്കാ കഴിയുക? കർത്താവേ, ഈ കഷ്ടത്തിലൂടെ എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചല്ലോ. അതാ നമ്മൾ പറയുന്നത്. ചില രോഗമൊക്കെ വരുമ്പോൾ നമ്മൾ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ക്രൈസിസിലൂടെ കർത്താവിനോട് കൂടുതൽ അടുക്കാൻ എനിക്കിടയായി. ദൈവമേ സ്വോത്രം. അല്ലാതെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ന്യൂട്രൽ വഴി നോക്കരുത്, വളഞ്ഞ വഴി നോക്കരുത്. ഇത് ഭക്തന്മാരുടെ വഴിയല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വരുന്നു. ഒരു രോഗം നന്മയ്ക്കായി വരുന്നു, ഒരു ക്രൈസിസ് നന്മയ്ക്കായി വരുന്നു. ആ പ്രശ്നം വരുമ്പോൾ കർത്താവേ, എവിടെയാണ് ഞാൻ പൊളിഞ്ഞു കിടക്കുന്നത്? എവിടെയാണ് എനിക്ക് വീഴ്ച സംഭവിച്ചത്? എവിടെയാണ് എൻ്റെ ജീവിതത്തിലെ പരാജയം? കർത്താവേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പണിത് കഴിയുമ്പോൾ, ആ പരാജയത്തെ നമ്മൾ പണിയുമ്പോൾ, ആ ബലഹീനതയെ നമ്മൾ ശുദ്ധീകരണത്തിലേക്ക് നടത്തി നമ്മുടെ സ്വഭാവത്തിൽ ചേഞ്ച് വന്നു കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം വരുത്തും. അതാണ് യാക്കോബ് നമ്മളെ പഠിപ്പിച്ച പ്രധാന വിഷയം. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതാണ് നമ്മൾ പിന്നെയും പഠിച്ചത്. പുത്രനെങ്കിലും ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എബ്രായർ 2 അവസാന ഈ ഭാഗം കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവിനോട് സംസാരിച്ചു. സകലത്തിലും തൻ്റെ സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു.
അല്ല, ആ വാക്യം 17 തൊട്ട്. ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത പുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ, കണ്ടോ, താൻ തന്നെ പരീക്ഷിതനായി, ടെംപ്റ്റേഷനിലൂടെ കടന്നുപോയി പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ, അടുത്ത പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ. അപ്പൊ കർത്താവ് ഈ പരീക്ഷയിലൂടെ കടന്നുപോയി ശക്തി ആർജിച്ചു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പരീക്ഷകൾ കടന്നു വരുമ്പോൾ ശക്തനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ നമ്മെ സഹായിപ്പാൻ കർത്താവിന് കഴിയും. എങ്ങനെ കഴിയും? കർത്താവ് ഈ പരീക്ഷകളിലൂടെ കടന്നു. അതിന് പത്രോസ് പറയുന്ന മനോഹരമായ ഒരു വാക്യം, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. പ്രിയ ദൈവമക്കളെ, പരീക്ഷകളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നമ്മളത് തള്ളിക്കളയരുത്. സ്തോത്രം. അത് നമ്മുടെ ഗുണത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വായിച്ചല്ലോ യാക്കോബിന്റെ ലേഖനം, അതിൻ്റെ ഹല്ലേലൂയ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, 11-12 തൊട്ടുള്ള വാക്യം. അവൻ കൊള്ളാതവനായി തിരിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത അവ ജീവകിരീടം എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? പറ. പരീക്ഷ സഹിക്കണം. പരീക്ഷ സഹിച്ചാൽ മാത്രം മതി. ഒന്നുകൂടെ ഉണ്ടല്ലോ, പറ പറ പറ. ആ കൊള്ളാത്തവനായി തെളിയണം. നമ്മൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിയണം സഹോദരങ്ങളെ. നമ്മുടെ അപ്പനും അമ്മയ്ക്കൊക്കെ നമ്മൾ കൊള്ളാവുന്നവരായിരിക്കാം, അതങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ദൈവത്തിന് കൊള്ളാവുന്നവനായി തീരണം. ദൈവത്തിന് കൊള്ളാവുന്നവനായി തെളിയുമ്പോഴാണ് ദൈവം ഒരുത്തനെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. മനസ്സിലായോ? എത്ര മനോഹരമായ ഭാഗം. ദൈവത്തിന് കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത, അപ്പൊ ദൈവത്തിന് കൊള്ളാവുന്നതിനായി തീരുമ്പോഴേ എന്ത് കിട്ടത്തുള്ളൂ? ജീവകിരീടം കിട്ടത്തുള്ളൂ, നിത്യജീവൻ കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മള് അപ്പനമ്മമാര് സഹോദരങ്ങൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നാലേ നേരെ നരകത്തിലോട്ട് പോയി വീഴും. ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കണം. മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന്റെ ദാസനായിരിക്കില്ല. ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദാസൻ അല്ലെങ്കിൽ നമ്മുടെ ദാസത്വം വേറെയാണ്. അത് സാത്താൻ്റെതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരിജ്ഞാനം വളരെ നമ്മുടെ ഹൃദയത്തിലോട്ട് കയറണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഒരു 100 പ്രാവശ്യം വായിക്കേ. പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ 100 പ്രാവശ്യം നിങ്ങളൊന്ന് വായിക്കേ. പഴയ നിയമം വായിക്കേണ്ടെന്നോ പഠിക്കേണ്ടെന്നോ പഠിപ്പിക്കേണ്ടെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ സന്ദർഭോചിതമായിട്ട് നമുക്ക് പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാവുന്ന കാരണങ്ങളാണ്. പക്ഷേ പത്രോസ് പറയുന്നു, അവന് പഴയ നിയമത്തെക്കുറിച്ച് പത്രോസ് പറയുന്ന ആ ഭാഗം ഒന്നുകൂടി വായിക്കാം. 2 പത്രോസ് 3-ാമത്. ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഞാൻ എല്ലാ മെസ്സേജിലും പറയുന്നുണ്ടെന്നാ എൻ്റെ ചിന്ത. കാരണം ഇത് നമ്മുടെ ഉള്ളിലോട്ട് കയറണം, അതിനായി പറയുന്നേ. 2 പത്രോസ് 3-ന്റെ 1 വായിച്ചേ. 1-2 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. ഹല്ലേലൂയ. 3-1-2. ആ, 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന. അപ്പൊ അതിന്റെ ആ പത്രോസിന്റെ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചേ. മുൻപറഞ്ഞ വചനം, ഉൽപ്പത്തി മുതൽ മലാഖി വരെ, നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായവൻ അപ്പോസ്തലന്മാർ മുഖാന്തരം തന്ന കൽപ്പന. അതാ പൗലോസ് പറയാൻ, ഞാൻ സ്വത്രം നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, 5 അപ്പോസ്തലന്മാര്, പ്രവൃത്തി പുസ്തകം എഴുതിയ ലൂക്കോസ് തരുന്നത് കൽപ്പന, കൽപ്പന, കൽപ്പന. ഇത് പ്രമാണിക്കാതെ സ്വർഗരാജ്യത്തേക്ക് പോകാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. നടക്കില്ല, നടക്കില്ല. 25 വർഷം കിടന്ന് ചവിട്ടി തൊഴിച്ച ഒരു ബന്ധുക്കോസുകാരനായി പാട്ടുമൊക്കെ പാടി എല്ലാവരെയും സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ചൊക്കെ നടന്നെങ്കിലും അത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടിയെന്നുള്ളത് വലിയ സന്തോഷമായി മാറി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ വരും, പ്രതികൂലങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും, രോഗങ്ങൾ വരും. അത് നമ്മൾ നമ്മുടേതായ ചിന്തയിലൂടെ അതിന് പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് നല്ലതാണെങ്കിലും, പക്ഷേ ദൈവം നമ്മളെ പണിയുന്ന പണി നമ്മളിൽ നടക്കില്ല. ക്രിസ്തുവാകുന്ന മൂലക്കലോട് ചേർത്ത് പണിയണ്ടേ?
മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിനോട് ചേർത്ത് നമ്മളെ പണിതെടുക്കണം. എന്തിനാ പണിയുന്നേ? ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി തീരാൻ. ആരാ പണിയുന്നത്? പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. എന്തിനാ പണിയുന്നത്? ആത്മാവ് വസിക്കുന്ന മന്ദിരം. ആരാ പണിയുന്നത്? പരിശുദ്ധാത്മാവ് പണിയുന്നത്. പ്രമാണം എന്താണ്? അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയാൽ അയ്യോ, അത് വലിയ അപകടമാണ്. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി പറ ന്യായപ്രമാണം. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം എന്ന് പറഞ്ഞു വെച്ചത് എന്താണെന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊല്ലുന്ന പ്രമാണം, മരണത്തിന്റെ പ്രമാണം, ഇരുട്ടിന്റെ പ്രമാണം, ശോഭ കുറഞ്ഞത്, മൂടുപടം വീഴിക്കുന്ന പ്രമാണം. മനസ്സിലായോ? ഈ പഴയ നിയമത്തിന്റെ പഠിപ്പിക്കലിൽ മാത്രം കിടക്കുമ്പോഴാണ് പ്രശ്നം. പഴയ നിയമം പഠിപ്പിക്കേണ്ടെന്നോ പ്രസംഗിക്കേണ്ടെന്നോ ഒന്നും ഞാൻ പറയാറില്ല. മുമ്പൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യമൊക്കെ പഠിപ്പിക്കണം. പക്ഷേ പുതിയ നിയമത്തിന് പ്രിഫറൻസ് കൊടുത്ത് പഠിപ്പിക്കണം. അത് നമ്മുടെ പ്രമാണമാണ്. പുതിയ നിയമം നമ്മുടെ പ്രമാണമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ആരെ? അപ്പോസ്തലന്മാരാ. പത്രോസിന്റെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന 3000 പേര് ഉണ്ടോ? പുസ്തകം വായിക്കാതെ വിളിച്ചു പറയുന്ന അബദ്ധങ്ങൾ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് അപ്പോസ്തലന്മാരല്ല, അവര് പഠിപ്പിച്ചു. അവർ പഠിപ്പിച്ചത് ഈ 3000 പേര് കേട്ടു. അവരെയാണ് കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ സഭയോട് ചേർത്തത്. 10,000-കണക്കിന് സഭ കിടപ്പുണ്ട് ഇന്ന് ഭൂമിയിൽ. ഈ സഭകളൊക്കെ കർത്താവിൻ്റെ സഭയോടെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ പറയും എനിക്കറിയില്ലെന്ന്. എനിക്കറിയില്ല. അത് അവരോട് തന്നെ പോയി ചോദിക്കണം. പണ്ട് ഞങ്ങളുടെ ഉപദേഷ്ടാവിനോട് ചോദിച്ചു, അടുത്ത വീട്ടിൽ എന്നൊരു പുള്ളിയുണ്ട്, ആ പുള്ളിയുടെ നിലവാരം എന്താണ്? അപ്പോൾ പുള്ളി പറഞ്ഞു അതാ പുള്ളിയോട് പോയി ചോദിക്കാൻ പറഞ്ഞു. എന്നോട് ചോദിക്കേണ്ടത് എന്നോട് എൻ്റെ കാര്യം, പാസ്റ്ററിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്, പാസ്റ്റർ പറയുന്ന ഉപദേശം എന്ത്, യേശുക്രിസ്തുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വല്ലവൻ്റെ കാര്യം അത് അവരോട് പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ പഠിച്ചെടുത്താലേ കാര്യങ്ങളുടെ വ്യക്തത കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു രക്ഷയില്ല. മഹോദരകാലത്തൂടി സഭ പോകുമെന്ന് ഇവിടെ ചവിട്ടിത്തൊഴിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആരാ പ്രസംഗിക്കുന്നത്? ഒരു 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 പൈലറ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസിനെ പോലെ ഒരു ലേഡി ഉണ്ട്, പേരെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവർ പറയും, അവർ ഭയങ്കര വീമ്പടിച്ച് പ്രസംഗിക്കുക. സഭ കടന്നു പോകും, അതുകൊണ്ട് ഒരുങ്ങിക്കോണം കഷ്ടത അനുഭവിക്കാൻ. ഏത് വചനം വെച്ചാന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മുഴുവൻ കൾട്ട. ഞാൻ അതിൻ്റെ ടീച്ചിങ് ഞാൻ കേട്ടു, പഠിച്ചു. അതേസമയത്ത് മറ്റു പലരും പറയുന്ന ഉപദേശങ്ങളെല്ലാം കൂടി കേട്ട് പൗലൂസിൻ്റെയും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും പഴയ നിയമ പ്രവാചകന്മാരുടെയും പുസ്തകങ്ങളെല്ലാം കൂടി ഏകോപിച്ച് വെച്ച് പഠിച്ച് അടുക്കി വെച്ച് പഠിച്ച് വരുമ്പോൾ മഹോദര കാലത്തിന് മുമ്പ് സഭ ഇവിടുന്ന് മാറ്റപ്പെടും. ഇനി അങ്ങനെ പഠിപ്പിക്കുന്ന ഒത്തിരി വേദപണ്ഡിതന്മാർ ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് അവരോട് പിണക്കില്ല. അവരെന്ത് ചെയ്യണം? അവരാ മഹോദര കാലത്ത് കൂടി പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അതിനു മുമ്പ് പോകാനായിട്ട് നമുക്കൊരുങ്ങാം. മഹോദര കാലത്ത് ഒരിറ്റ് സമാധാനം നമുക്ക് കിട്ടത്തില്ല. ഒരിറ്റ് സമാധാനം. ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന വാക്യം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വരികയാണ്. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 9-ാം അധ്യായമാണെന്ന് എൻ്റെ ഓർമ്മ. നോക്കട്ടെ. അത് നമ്മൾ വായിച്ചു കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. അതെ, 9-ാം അധ്യായം. ഭാഷമാനെ അത് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മഹോദര കാലത്ത് നടക്കുന്ന സംഭവം 9:6 മുതൽ വായിച്ചോ. 1-ാമത്തെ ദൂതനൂതി, 2-ാമത്തെ ദൂതനൂതി, 3-ാമത്തെ ഊതി, 4-ാമത്തെ ഊതി, 5-ാമത്തെ ഊതി. 5-ാമത്തെ ദൂതൻ ഊതിക്കുന്ന സമയം നടക്കുന്ന സമയം. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും, മരിപ്പാൻ കൊതിക്കും. മതി. എന്തോ വേദപുസ്തകത്തിലെ വാക്യമാ, മഹോദര കാലത്തെ വാക്യമാ. സമാധാനത്തിന്റെ ഒരു കണിക കിട്ടത്തില്ല. മരിക്കാൻ കൊതിക്കും, മരണം അന്വേഷിക്കും, ഘോരമായ മൃഗങ്ങൾ എഴുന്നേറ്റ് മനുഷ്യനെ കുത്തും. ആ മൃഗങ്ങളുടെ വർണ്ണനയൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു കാര്യം ഉറപ്പ്, കർത്താവ് സഭയെടുത്തു കഴിഞ്ഞാൽ ഈ സഭയെ ഭരിക്കുന്നത് ആരാ? സൂപ്പർ സാത്താൻ. ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ
സദ്ദാം ഹുസൈനൊക്കെ പോലെ നല്ല സുന്ദരനായ ഒരു മനുഷ്യനെയാ കാണിക്കുന്നത്. ആ മനുഷ്യന്റെ മേൽ സാത്താന്റെ അഭിഷേകം അങ്ങോട്ട് വരിക. കള്ളപ്രവാചകനും മൃഗവും സാത്താനും കൂടി കിടന്ന് ഇവിടെ ഒരു 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 എന്താ പറയുക, തേർവാഴ്ച നടത്തും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കൾക്ക് യെശുക്രിസ്തുവിന്റെ ഭരണകാലത്തിൽ ഇവിടെ യാതൊരു അവകാശവും ഇല്ല. അത് ഈ പ്രമാണത്തെ പുറങ്കാല കൊണ്ട് തട്ടിക്കളയുന്ന, ക്രിസ്തുവിന്റെ പ്രമാണത്തെ ചവിട്ടി മെതിക്കുന്ന, നമ്മൾ നേരത്തെ വായിച്ചില്ലേ, മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിഷ്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തം മല്ലുമെന്നുണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അതായത് ക്രിസ്തുവിന്റെ കാലഘട്ടത്തെ കഠിനമായ ശിക്ഷ. ആ ശിക്ഷയെല്ലാം കൊടുത്ത് അവസാനം കൊണ്ടുവന്ന് സാത്താനോന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. പ്രിയ ദൈവമക്കളെ, നമ്മളാരും അങ്ങോട്ട് പോകരുത്. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളാരും അങ്ങോട്ട് പോകരുത്. എന്നാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ഇത്രയും പ്രസംഗിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകില്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ദുർബല നിമിഷത്തിൽ കുറെ കാശൊക്കെ കൊണ്ടുവന്ന് ആരെങ്കിലും തന്ന് ഭൗതികമായ കുറെ നേട്ടങ്ങളൊക്കെ കിട്ടി, കുറെ അനുഗ്രഹങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഉപദേശമൊക്കെ കാറ്റിപ്പറത്തിയിട്ട് ഞാനും അങ്ങോട്ട് തന്നെ പോകും. എനിക്കത് പറയാൻ ഒരു മടിയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് കരുത്തന്മാരായ ശക്തന്മാരായ കുറെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ച് വിറയ്ക്കുന്ന KP യോഹന്നാൻ, PG വർഗീസ് ഭയക്കുമായിരുന്നു അവിടെ മെസ്സേജ് കേട്ട്. ഇന്ന് അവരുടെ മെസ്സേജ് കേട്ടിട്ട് ഞാൻ ഛർദ്ദിച്ച് കളയും ദൂരെ. കാരണം തിരിഞ്ഞു പോയി, വചനമൊക്കെ തിരിഞ്ഞു പോയി. അവർ കരുത്തന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു. അവരുടെ ഭൗതികത്തിൽ പിശാച് അവരെ മുക്കിക്കളഞ്ഞു, ഒടുക്കിക്കളഞ്ഞു. അതുകൊണ്ട് വേദനയോടെ കണ്ണുനീരോടെ, രണ്ടുപേരുടെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട്, കണ്ടെയ്നർ കിടപ്പുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മളാരും ഈ അവസ്ഥയിലേക്ക് പോകരുത്. മരണത്തെ കൊതിക്കും, മരണത്തെ ആഗ്രഹിക്കുന്ന നാളുകൾ വരും. അത് കർത്താവ് സഭയെടുത്തതിന് ശേഷമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി പോകുവാൻ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിന്റെ പൂർത്തീകരണം നടക്കുവാൻ ഈ പ്രബോധനങ്ങൾ, യാക്കോബിന്റെ ലേഖനത്തിലെ ചില വചനങ്ങളും മറ്റ് ആത്മാവുപദേശിക്കുന്ന വചനങ്ങളെല്ലാം കൂടി കോർത്തിണക്കി നമ്മൾ ചിന്തിച്ച ഈ പഠനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഇപ്പൊ ഫ്രാൻസ് പ്രാർത്ഥിച്ചാൽ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. സഹായിച്ചതിനാൽ സ്തോത്രം. നല്ല ആത്മീയ സ്നേഹത്താൽ നിറയപ്പെടും കർത്താവിന്റെ ദൈവസാന്നിധ്യം പരിശുദ്ധാത്മാവിൽ ദൈവദാസൻ കൂടി അനേകം മക്കളെ ഹൃദയ ദൈവം തുറക്കണമേ. മനസ്സിലാക്കാനുള്ള കൃപകളെ അനേകം മക്കൾ ഉണർവഴിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി സത്യോപദേശത്തിലേക്ക് വരുവാനുള്ള കൃപ നൽകണമേ. കൂട്ടായ്മ ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടാൽ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.